ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും 2026 പുതുവർഷത്തിലാണെങ്കിൽ ഈ ഉത്രം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. പൊതുവേ ആരുടെ മുന്നിലും തലകുനിക്കാതെ സ്വതന്ത്രമായിട്ടുള്ള ജീവിതത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള ഈ ഉത്രം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പല സമയങ്ങളിലും മനോവിഷമതകളും പ്രയാസങ്ങളും കാണാറുണ്ടെങ്കിലും ഈ വിഷമതകളെയെല്ലാം തന്നെ തൻ്റെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പുറത്ത് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നവരാണ് ഈ നക്ഷത്രക്കാർ. അതുകൊണ്ട് കാഴ്ചപ്പാടിൽ സുഖവാന്മാരാണെന്ന് ഇവരെ തോന്നിപ്പിക്കുമെങ്കിലും വളരെ നേരത്തെ തന്നെ കുടുംബ ഭാരവും ചില ഉത്തരവാദിത്വങ്ങളും ഏൽക്കേണ്ടി വരുന്നവരാണ് ഈ ഉത്രം നക്ഷത്രക്കാർ. ചിങ്ങം രാശിയിലാണെങ്കിൽ 15 നാഴികയും കന്നി രാശിയിൽ 45 നാഴികയും കൂടിച്ചേരുന്ന മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രം കൂടിയാണ് ഈ ഉത്രം നക്ഷത്രം. അതിൽ ചിങ്ങം രാശിയിൽ ജനിച്ച ഉത്രം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ 2026 വർഷത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടൊരു സമയമാണ്. എന്നാൽ വർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിലോ വളരെയധികം ശ്രദ്ധയോടുകൂടി വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ജൂൺ മാസം 2-ാം തീയതി വരെ 11-ാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി നിലനിൽക്കുന്നത് കൊണ്ട് കഠിനാധ്വാനവും ശ്രദ്ധയും ഉണ്ടെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനും സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം ഈ വ്യാഴം 12-ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ടും പൊതുവെ അഷ്ടമശനിയുടേതായ കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമായതുകൊണ്ടും രാഹുകേതുക്കളുടെ പ്രതികൂലമായിട്ടുള്ള അവസ്ഥാവിശേഷം നിലനിൽക്കുന്നത് കൊണ്ടും ഈ ഒരു സമയങ്ങളിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. എന്തൊക്കെ പ്രതിസന്ധികളും വിഷമതകളും മനസ്സിൽ തോന്നിയാലും ആത്മവിശ്വാസത്തോടു കൂടി അതിനെ അതിജീവിക്കുവാനുള്ളതായ മനോബലം വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധ കൊടുക്കണം. സാമ്പത്തിക സ്ഥിതി പൊതുവെ അനുകൂലമായിട്ട് കാണുന്നുണ്ടെങ്കിലും ചിലവുകൾക്ക് കൂടുതൽ സാധ്യത കാണുന്നതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചെലവുകളെ കഴിവതും ഒഴിവാക്കണം ഈ ഒരു സമയങ്ങളിൽ. കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും പൊതുവെ സന്തോഷം കാണാമെങ്കിലും ചില സമയങ്ങളിൽ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഇനി സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം ശ്രദ്ധയും അത്ര തന്നെ ദീർഘവീക്ഷണവും വേണം ഈ ഒരു സമയങ്ങളിൽ. ഈ ഒരു സമയത്ത് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അലസതയും ക്ഷീണാവസ്ഥകളും വരാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്, പ്രത്യേകിച്ച് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. അതുകൊണ്ട് ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ഉത്രം നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ ഭഗവാന് പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്.
കന്നി രാശിയിൽ ജനിച്ച ഉത്രം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ കണ്ടകശനിയുടേതായിട്ടുള്ള സ്വാധീന ശക്തി നിലനിൽക്കുന്നുണ്ടെങ്കിലും സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തിയും ആ വ്യാഴത്തിൻ്റെ അനുഗ്രഹവും ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാം എന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ടെങ്കിലും ആരോഗ്യപരിപാലനത്തിൽ ഈ ഉത്രം നക്ഷത്രം കന്നിരാശിക്കാർ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഗൃഹസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായ പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും കുടുംബത്തിലും കുടുംബജീവിതത്തിലും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതായിട്ടൊരു സമയമാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട്. ഇനി കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ 2026 ഈ പുതുവർഷത്തിൽ. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിലോ പഠന സംബന്ധമായിട്ട് വളരെ നല്ലൊരു വർഷം കൂടിയാണ്. പഠനത്തിൽ കൂടുതൽ മികവ് പുലർത്തുവാനും നല്ല രീതിയിലുള്ള മാർക്കും അതിനോടനുബന്ധമായിട്ടുള്ള അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. ഏത് മേഖലകളിലാണോ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികളിൽ. അതുകൊണ്ട് പൊതുവേ ഈ കന്നിരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ഉത്രം നക്ഷത്രക്കാർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളിൽ നിന്നെല്ലാം തന്നെ മാറ്റം വന്ന് ജീവിത നിലവാരം കുറച്ചൊക്കെ ഉയർന്നു വരുവാൻ സാധ്യത കാണുന്നതായിട്ടൊരു വർഷമാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്.